ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. നന്ദൻ സേതുവിനോട് പറയുകയാണ്, എനിക്ക് കുറേയേറെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എല്ലാം നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്ന് സേതു പറയുന്നു. തുടർന്ന് സേതു മുറിയിലേക്ക് കയറാൻ നേരം നന്ദൻ സേതുവിൻ്റെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, അച്ഛാ, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. ഞാനില്ലാത്ത സമയത്ത് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്നത് അവന്തികയാണെന്ന് അച്ഛൻ പറഞ്ഞിരുന്നല്ലോ. ഇതെല്ലാം അവള് ഒറ്റയ്ക്ക് നോക്കിയെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവളുടെ കഷ്ടപ്പാട്. അതുകൊണ്ട് ഇനി കുറച്ചുനാള് അവള് വീട്ടിൽ ഇരിക്കട്ടെ. ഇനി മുതൽ നമ്മുടെ ഓഫീസിലും മറ്റ് സ്ഥാപനങ്ങളിലൊന്നും അവന്തിക വരണമെന്നേ ഇല്ല. ഞാനെല്ലാം തന്നെ ചെയ്തോളാം. സഹായത്തിന് സച്ചിയും സന്ദീപും ഉണ്ടല്ലോ എന്ന് നന്ദൻ പറയുമ്പോൾ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് സേതുവും അർച്ചനയും. അതേസമയം ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. അയ്യോ നന്ദേട്ടാ, എനിക്കിപ്പോ വിശ്രമത്തിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അയ്യോ ഉണ്ട്, ഞാനിവിടെ വന്ന നാളു മുതൽ കാണുന്നതാ അവന്തികേട്ടത്തിലെ ഈ ഓട്ടം. ആഹാരം പോലും ശരിക്കും കൃത്യസമയത്ത് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു 100 വയസ്സ് വരെ ചെയ്യേണ്ട ജോലിയെല്ലാം അവന്തികേട്ടത്തി ഇതിനോടകം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഞാനും പറയുന്നത് അവന്തികേട്ടത്തി റെസ്റ്റ് എടുക്കട്ടെ എന്നാ. അത് അർച്ചനയ്ക്ക് ബിസിനസിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാ തോന്നുന്നത്. ഞാൻ ഇനി മാറി നിന്നാൽ ഒന്നും ശരിയാകില്ല. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, അതേട്ടത്തി പറഞ്ഞത് ശരി തന്നെയാ. ബിസിനസ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ നന്ദേട്ടൻ തിരിച്ചു വന്ന സ്ഥിതിക്ക് ഇനി നന്ദേട്ടന്റെ കാര്യങ്ങളെല്ലാം നോക്കി ഏട്ടത്തി ഇവിടെ തന്നെ നിന്നാ പോരെ. ബിസിനസ് കാര്യങ്ങൾ നോക്കാനായിട്ട് നന്ദേട്ടനും സച്ചിയേട്ടനും സന്ദീപും ഒക്കെയുണ്ട്. ഇത് കേൾക്കുന്ന നന്ദൻ പറയുകയാണ്, അർച്ചന പറയുന്നത് പോലെ കേൾക്കാൻ നോക്ക് അവന്തികെ. ഇനി നിനക്ക് ഓഫീസിൽ പോയാൽ മതിയാകൂ എന്നാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ലെന്ന് അവന്തിക പറയുമ്പോ സേതു പറയുകയാണ്, അർച്ചനയും നന്ദനും പറഞ്ഞതിൽ കാര്യങ്ങളുണ്ട്. ഇനി മോള് നന്ദന്റെ കാര്യങ്ങൾ നോക്കി ഇവിടെ തന്നെ നിന്നാ മതി. തുടർന്ന് അവന്തികയെ കളിയാക്കിക്കൊണ്ട് നന്ദൻ പറയുകയാണ്, ദേ അവന്തികെ, ഇനി മുതൽ നിന്നെ ഓഫീസിന്റെ പരിസരത്ത് പോലും കാണാൻ പാടില്ല. ഇത് കേൾക്കുന്ന സേതുവും അർച്ചനയും കൂടി ചിരിക്കുകയാണ്. അങ്ങനെ അവര് പോയതിനു ശേഷം ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് മുറിയിൽ കിടക്കുന്ന അവന്തികയാണ്. അതേസമയം അനഘ മുറിയിലേക്ക് വരുന്നു. ഭർത്താവ് വന്നിട്ട് 24 മണിക്കൂർ പോലും തികഞ്ഞിട്ടില്ലല്ലോ. എന്റെ ചേച്ചി അപ്പോഴേ തലയിൽ കൈവച്ച് തുടങ്ങിയോ? എന്റെ അനഘെ, നീ ഒന്ന് ഇറങ്ങിപ്പോകാൻ നോക്ക്, എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് അവന്തിക പറയുമ്പോൾ അനഘ ചോദിക്കുകയാണ്, അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നന്ദേട്ടൻ വന്നത് ചേച്ചിക്ക് ദേഷ്യമാണോ അതോ സ്നേഹമാണോ? ചേച്ചിയുടെ നോട്ടത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ദേഷ്യമാണെന്ന്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അയാൾക്ക് വന്നപ്പോൾ തൊട്ട് ചേച്ചിയോട് നല്ല ദേഷ്യമാണല്ലോ. ഇനി അർച്ചന ചേച്ചിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് കൊണ്ടാകുമോ? ഏയ്, അതൊന്നുമല്ലെന്ന് അവന്തിക പറയുമ്പോൾ അനഘ ചോദിക്കുകയാണ്, പിന്നെ എന്താ? ഇത്രയും നാളും ഞാനാണ് അയാളെ പൂട്ടിയിട്ടിരുന്നത്. ഇത് കേൾക്കുന്ന അനഘ ഞെട്ടലോടെ നിൽക്കുമ്പോൾ അവന്തിക പറയുകയാണ്, ഇവിടുന്ന് വഴക്കിട്ടിറങ്ങിയ നന്ദനെ ഞാൻ അങ്ങ് പൊക്കി. തുടർന്ന് നന്ദനെ താൻ ദ്രോഹിച്ച കാര്യമെല്ലാം അവന്തിക അനഘയോട് പറയുകയാണ്. അങ്ങനെ തടവിൽ കഴിഞ്ഞവനെയാണ് അർച്ചന പോയി രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നത് എന്നൊക്കെ അവന്തിക പറയുമ്പോൾ അനഘ ചോദിക്കുകയാണ്, അല്ല ചേച്ചി, എന്നിട്ട് അയാൾ ചേച്ചിയോടൊന്നും ചോദിച്ചില്ലേ? ഇത് കേൾക്കുന്ന അവന്തിക നന്ദൻ തന്നെ അടിച്ച കാര്യമെല്ലാം പറയുകയാണ്. കൊല്ലണം അവനെയെന്ന് അവന്തിക പറയുമ്പോൾ അനഘ പറയുകയാണ്, അതേ ചേച്ചി, അവനെയും കൊല്ലണം, ആ അർച്ചനയും കൊല്ലണം. ഈ കുടുംബത്തെ തകർക്കാൻ നമ്മളെ രണ്ടിനെയും കൊണ്ടായില്ലെങ്കിൽ പുറത്തുനിന്ന് ആളെ വിളിച്ചാണെങ്കിലും നടത്തിയെടുക്കണമെന്ന് അനഘ പറയുമ്പോൾ ഞാൻ വന്നാ മതിയോ എന്ന് നന്ദൻ ചോദിക്കുന്നു. നന്ദനെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അനഘയും അവന്തികയും. തുടർന്ന് നന്ദൻ അകത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ്, അനഘ എന്താ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഈ കുടുംബത്തിനെ തകർക്കാൻ ഞാൻ മതിയോ എന്നാ ഞാൻ ചോദിച്ചത്. ഓ, എന്റെ ഊഹം എന്താണെങ്കിലും തെറ്റിയിട്ടേയില്ല. ചേച്ചിയെ പോലെ തന്നെയാ അനിയത്തിയും. ഞാൻ ഇവളുടെ തലക്കടിച്ച് ഇവളെ കൊന്നാലും ഇവളുടെ പ്രതികാരം വീട്ടാൻ ഒരു പിൻഗാമിയുണ്ടെന്നർത്ഥം. അതെ, എന്റെ പകരക്കാരി തന്നെയാ ഇവളെന്ന് അവന്തിക പറയുമ്പോൾ അവന്തികയുടെ മുഖമടക്കിയൊന്ന് കൊടുക്കുകയാണ് നന്ദൻ. ഒരാൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് നീ എന്താ കണ്ടില്ലേ? അതിന്റെ ഇടയ്ക്ക് കയറി അവൾ സംസാരിക്കാൻ വന്നേക്കുന്നു. പിന്നെ അനഘെ, മറ്റൊരു കാര്യം കൂടി, ചേച്ചിക്ക് പിന്നാലെ നടന്ന് കുത്താനും കൊലയ്ക്കും ഒക്കെ തന്നെ നിൽക്കുകയാണെങ്കിലേ ഇതേപോലെ നിനക്കും കിട്ടി. എന്റെ വാക്ക് വിശ്വസിച്ച് ഇനിയും ഇവളുടെ പുറകെ നടക്കാത്തത് തന്നെയാ നിനക്ക് നല്ലത്. ഞാൻ പറയുന്നത് നിനക്ക് വേണമെങ്കിൽ മുഖവിലക്കെടുത്താൽ മതി. ചേച്ചിയോട് സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമോ? എനിക്ക് ഒന്ന് മനസമാധാനത്തോടെ ഉറങ്ങണം. പിന്നെ ചേച്ചി ഇവിടെ തന്നെ കാണും. ചേച്ചിക്ക് ഇനി എവിടെയും പോകാനില്ലല്ലോ. പിന്നീട് കാണിക്കുന്നത് അനഘ മീരയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. നിങ്ങളുടെ സാധനമൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിക്കേ. ഇന്നു മുതൽ ഞാൻ ഇവിടെയാ കിടക്കുന്നതെന്ന് അനഘ പറയുന്നു. അവിടെ അടുക്കളയോട് ചേർന്ന് ഒരു കൊച്ചുമുറിയുണ്ട്, അവിടെ പോയി കിടക്കാൻ
മീരയോട് അനഘ പറയുമ്പോൾ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ലെന്നും നീ വേണമെങ്കിൽ അവിടെ പോയി കിടക്കാനും മീര പറയുന്നു. ദേ കൊച്ചേ, നിന്റെ വാശിയും ദേഷ്യവും ഒക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ നിന്നെ ഇവിടെ കിടത്താം, ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ നോക്ക്. ഇത് കേൾക്കുന്ന അനഘ അവിടെ തന്നെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദനെയാണ്. നന്ദന്റെ അടുത്തേക്ക് വന്ന് അവന്തിക കിടക്കുമ്പോൾ നന്ദൻ പറയുകയാണ്, അല്ല നീ എന്തിനാ കട്ടിലേ കിടക്കുന്നത്? എന്റെ കൂടെ ഒന്നും നീ കിടക്കണ്ടെന്ന് നന്ദൻ പറയുമ്പോൾ എങ്കിൽ ഞാൻ പോയി സ്നേഹയുടെ കൂടെ കിടക്കാമെന്ന് അവന്തിക പറയുന്നു. അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല, തറയിലേക്ക് അങ്ങ് ഇറങ്ങി കിടന്നാൽ മതിയെന്ന് നന്ദൻ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് അനഘയും മീരയുമാണ്. റീൽസ് കണ്ടുകൊണ്ടിരുന്ന അനഘയോട് മാറി അടങ്ങി ഒതുങ്ങി കിടക്കാൻ മീര പറയുമ്പോൾ മീരയെ പേടിച്ച് തൻ്റെ ഫോണെല്ലാം മാറ്റിവെച്ച് കിടക്കുകയാണ് അനഘ. പിന്നീട് കാണിക്കുന്നത് അവന്തികയും നന്ദനെയുമാണ്. നന്ദൻ പറയുകയാണ്, ഈ മുറിയുടെ പുറത്ത് മാത്രമാ നമ്മൾ ഭാര്യയും ഭർത്താവും, മുറിക്കകത്തെ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന എൻ്റെ ശത്രുവാ നീ. ഞാനേ നിന്റെ കാലനാ കാലൻ. ഇതൊക്കെ കേൾക്കുന്ന അവന്തിക ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.